Dear students, DBMS ലാബിൻ്റെ അടുത്ത സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കൺസ്ട്രെയിൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് ഒരു ടേബിളിൽ ഡാറ്റ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഒരു സ്പെസിഫൈഡ് റൂൾസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കൺസ്ട്രെയിൻസ് ഉപയോഗിക്കുന്നത്. അതായത് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കൺസ്ട്രെയിൻസ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഓൾട്ടർ ടേബിൾ കമാൻഡ് ഉപയോഗിച്ചിട്ടും നമുക്ക് കൺസ്ട്രെയിൻസ് ആഡ് ചെയ്യാം. ഓക്കെ, അതിനുള്ള സിൻടാക്സ് ആണ് ക്രിയേറ്റ് ടേബിൾ, ടേബിൾ നെയിം, കോളം 1 ഡാറ്റ ടൈപ്പ്, കൺസ്ട്രെയിൻസ്. നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ കൺസ്ട്രെയിൻസ് ആഡ് ചെയ്യാം. ഓക്കെ, following constraints are commonly used: not null, unique, primary key, foreign key, check, default. ഇതിൽ കുറച്ച് കൺസ്ട്രെയിനുകളെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, എന്നാലും ഒന്ന് ചെക്ക് ചെയ്ത് പോകാം. നോട്ട് നൾ കൺസ്ട്രെയിൻസ്. നോട്ട് നൾ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് നൾ വാല്യൂ അക്സെപ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് നോട്ട് നൾ കൺസ്ട്രെയിൻസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഐ ഡി എന്നുള്ളത് നോട്ട് നൾ കൊടുക്കാം. ഏതൊക്കെയാണ് ആവശ്യം ഉള്ള ഫീൽഡുകൾ നമുക്ക് നോട്ട് നൾ ആയിട്ട് ഡിക്ലെയർ ചെയ്യാം. ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്തതാണ്. നോട്ട് നൾ നമുക്ക് ഓൾട്ടർ ടേബിൾ കമാൻഡിലൂടെയും നമുക്ക് മോഡിഫൈ ചെയ്തിട്ടും ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഒരു ടേബിൾ നമ്മൾ പേഴ്സൺസ് എന്നുള്ള ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതിൽ നോട്ട് നൾ എന്നുള്ള എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഓക്കെ, ഇതിൽ ഓൾറെഡി പേഴ്സൺസ് എന്നുള്ള ടേബിൾ ഉണ്ടെങ്കിൽ അതിനെ ഡ്രോപ്പ് ചെയ്തിട്ട് വേണം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ. ഡ്രോപ്പ് ടേബിൾ പേഴ്സൺസ്. ഓക്കെ, നമ്മളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നു. അതിൽ ഐ ഡി നോട്ട് നൾ ആയി കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് നെയിം വാക്കാർ 50 നോട്ട് നൾ, ഫസ്റ്റ് നെയിം വാക്കാർ 50 നോട്ട് നൾ, ഏജ് ഇൻറ്റ് അതിന് മാത്രം നോട്ട് നൾ കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ ഡിസ്ക്രൈബ് പേഴ്സൺസ് എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് ഏജ് മാത്രമാണ് അതിൽ നോട്ട് നൾ കൊടുക്കാത്തത്. അതിനായി നമുക്ക് ഓൾട്ടർ കമാൻഡ് ഉപയോഗിക്കാം. ഓൾട്ടർ ടേബിൾ പേഴ്സൺസ് മോഡിഫൈ ഏജ് നോട്ട് നൾ എന്ന് നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഓൾട്ടർ ടേബിൾ പേഴ്സൺസ് മോഡിഫൈ ഏജ് ഇൻറ്റ് നോട്ട് നൾ എന്ന് കൊടുത്ത് ഇങ്ങനെ ഓൾട്ടർ കമാൻഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് നോട്ട് നൾ വാല്യൂ ആഡ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഏജും നോട്ട് നൾ അക്സെപ്റ്റ് ചെയ്തിരിക്കാം. ഇങ്ങനെയാണ് നോട്ട് നൾ കൺസ്ട്രെയിൻസ് ആഡ് ചെയ്യുന്നത്. ഇനി യുണീക്ക് കൺസ്ട്രെയിൻസ്. യുണീക്ക് കൺസ്ട്രെയിൻസിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ ആഡ് ആവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ യുണീക്ക് കൺസ്ട്രെയിൻ കൊടുക്കുന്നത്. ഇപ്പോൾ യുണീക്ക് കൺസ്ട്രെയിൻസ് എൻഷുവേഴ്സ് ദാറ്റ് ഓൾ വാല്യൂസ് ഇൻ ദ കോളംസ് ആർ ഡിഫറെൻ്റ് ആയിരിക്കണം. ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല. ഇന്ന് അതിനുള്ള എക്സാമ്പിൾസ് നമുക്ക് നോട്ട് നൾ യുണീക്ക് രണ്ടും കൂടി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പ്രൈമറി കീയുടെ യൂസ് ആണ് വരിക. ഓക്കെ, അപ്പോൾ ഞാൻ ആ പേഴ്സൺസ് ഒന്നും കൂടി ഡ്രോപ്പ് ചെയ്ത് വീണ്ടും ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാണ്. ഐ ഡി ഇൻഡ് നോട്ട് നൾ യുണീക്ക് എന്ന് ആഡ് ചെയ്തിട്ടുണ്ട് ടേബിളിൽ. ഓക്കെ, ഇനി ഡിസ്ക്രൈബ് പേഴ്സൺസ് എന്ന് കൊടുക്കുമ്പോൾ യുണീക്ക് കൊടുത്തുകൊണ്ടാണ് കീ പ്രൈമറി ആയി കൺവേർട്ട് ചെയ്തു. അതായത് നോട്ട് നള്ളും യുണീക്കും കൂടി കൊടുക്കുന്ന സമയത്ത് നമുക്ക് പ്രൈമറി കീ ആയി കൺസിഡർ ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ വേറെ ഫീൽഡുകളിലും യുണീക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, പക്ഷെ പ്രൈമറി കീ നമുക്കൊന്ന് മാത്രമാണ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓക്കെ, ഒരു ടേബിളിൽ ഒരു പ്രൈമറി കീ മാത്രമാണ് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പം അതിനായിട്ട് നമ്മൾ നേരത്തെ പ്രൈമറി കീ ക്രിയേറ്റ് ചെയ്തിരുന്നു. അത് ക്രിയേറ്റ് ടേബിൾ പേഴ്സൺസ് പേഴ്സണൽ ഐ ഡി ഇൻറ്റ് നോട്ട് നൾ പ്രൈമറി കീ
ഇങ്ങനെയും നമുക്ക് പ്രൈമറി കീ കൊടുക്കാം. വേറൊരു മെത്തേഡ് ക്രിയേറ്റ് ടേബിൾ പേഴ്സൺസ് പേഴ്സണൽ id int not null last name വാക്ക 50 not null first name വാക്ക 50 age int കോമ പ്രൈമറി കീ ഓഫ് പേഴ്സണൽ id. ഈ പേഴ്സണൽ ഐഡിയെ നമുക്ക് പ്രൈമറി കീ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെയും കൊടുക്കാം. ഈ മെത്തേഡ് നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഓക്കെ, പ്രൈമറി കീ ആഡ് ചെയ്യുന്നതിന് വേണ്ടി ക്രിയേറ്റ് ടേബിൾ പേഴ്സൺസ് ഉള്ള ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. പേഴ്സണൽ id എന്നുള്ളത് നമ്മൾ പ്രൈമറി കീ ആയിട്ട് കൊടുക്കാൻ വേണ്ടിയാണ് നോക്കുന്നത്. ഓക്കെ, ഇങ്ങനെ പ്രൈമറി കീ ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഈ പ്രൈമറി കീ മാത്രമായിട്ട് ഡ്രോപ്പ് ചെയ്യാനും പറ്റും. ഇത് ഡിസ്ക്രൈബ് ചെയ്ത് നോക്കാം. പേഴ്സൺസ് പ്രൈമറി കീ ആഡ് ആയിട്ടുണ്ട്. ഇനി ഈ പ്രൈമറി കീ മാത്രം ഡ്രോപ്പ് ചെയ്യാനായിട്ട് ഡ്രോപ്പ് കമാൻഡ് ഉപയോഗിക്കാം. alter table persons drop പ്രൈമറി കീ മാത്രം ഡ്രോപ്പ് ചെയ്യാം. ഇപ്പോൾ പ്രൈമറി കീ ഡ്രോപ്പ് ആയിട്ടുണ്ടാവും. ഓക്കെ, ഇനി ആ ഡ്രോപ്പ് ആയതിൽ നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ alter കമാൻഡ് ഉപയോഗിച്ച് പ്രൈമറി കീ ആഡ് ചെയ്യാം. നമ്മൾ പ്രൈമറി കീ ആഡ് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ പ്രൈമറി കീ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് alter ടേബിൾ പേഴ്സൺസ് എന്നുള്ള ടേബിൾ ആഡ് പ്രൈമറി കീ എന്ന് പറഞ്ഞ് പ്രൈമറി കീ ഓഫ് ഏത് ഫീൽഡാണ് പ്രൈമറി കീ ആക്കേണ്ടത് എന്ന് കൊടുക്കാം. അതല്ലെങ്കിൽ വേറൊരു മെത്തേഡ് alter ടേബിൾ പേഴ്സൺസ് ആഡ് കൺസ്ട്രെയിൻറ്റ് പേര് കൊടുക്കാം. pk_person എന്നുള്ളത് കൺസ്ട്രെയിൻറ്റ് പേരാണ്. അത് നമുക്ക് എന്ത് വേണമെങ്കിൽ കൊടുക്കാം. പിന്നെ പ്രൈമറി കീ ബ്രാക്കറ്റിനുള്ളിൽ പേഴ്സണൽ id ഇങ്ങനെയും നമുക്ക് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഈ മെത്തേഡ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഇപ്പോൾ പേഴ്സൺസ് എന്നുള്ള ടേബിളിൽ നമുക്ക് പ്രൈമറി കീ ഇല്ല, അത് ഡ്രോപ്പ് ചെയ്ത് കളഞ്ഞു. അപ്പം alter ടേബിൾ പേഴ്സൺസ് ആഡ് കൺസ്ട്രെയിൻറ്റ് നെയിം പ്രൈമറി കീ പേഴ്സണൽ id ഇങ്ങനെ കൊടുത്താൽ നമുക്ക് പ്രൈമറി കീ ആഡ് ചെയ്യാം. ഇപ്പോൾ പ്രൈമറി കീ ഓൾട്ടർ ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ രണ്ട് മെത്തേഡ് മനസ്സിലായല്ലോ. രണ്ട് മെത്തേഡ് ഉണ്ട്. പ്രൈമറി കീ ഡ്രോപ്പ് ചെയ്യാൻ alter ടേബിൾ പേഴ്സൺസ് ഡ്രോപ്പ് പ്രൈമറി കീ ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി ഫോറിൻ കീ എന്ന് പറയുന്ന ഒരു കീ രണ്ട് ടേബിളുകൾ തമ്മിൽ ലിങ്ക് ചെയ്യാൻ വേണ്ടിയാണ് ഫോറിൻ കീ ഉപയോഗിക്കുന്നത്. ഫോറിൻ കീ is the field or collection of field in one table that refers to the primary key in another table. ഒരു ടേബിളിൽ പ്രൈമറി കീ ആയത് നമ്മൾ വേറൊരു ടേബിളിൽ അതിനെ ഫോറിൻ കീ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് ഇതിൽ പേഴ്സണൽ id എന്ന് പറയുന്നത് പ്രൈമറി കീ ആണ്. പേഴ്സൺസ് എന്നുള്ള ടേബിളിൽ പ്രൈമറി കീ ആണ്. ഇനി വേറൊരു ടേബിളിൽ പേഴ്സണൽ id ഉപയോഗിക്കുമ്പോൾ നമ്മൾ അതിനെ ഫോറിൻ കീ ആയിട്ടാണ് ഉപയോഗിക്കുക. ഓക്കെ, അതായത് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ടേബിളിനെ ചൈൽഡ് ടേബിൾ എന്നും പ്രീവിയസ്ലി പ്രൈമറി കീ ആയിരിക്കുന്ന ആ ടേബിളിന് പാരന്റ് ടേബിൾ എന്നുമാണ് പറയുക. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ നോക്കാം. SQL creates foreign key on the person id column when the orders table is created. ഒരു orders table ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. create table orders. ഓക്കെ, അപ്പം create table orders ഉള്ള അതിൽ നമുക്ക് പേഴ്സണൽ id പ്രൈമറി കീ ആയിരുന്നു ഇതിൽ പേഴ്സൺസ് എന്നുള്ള ടേബിൾ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് വരുമ്പോൾ ഫോറിൻ കീ ആക്കണം. അതിനുവേണ്ടി ക്രിയേറ്റ് ടേബിൾ ഓർഡർ id int not null. അത് വേണമെങ്കിൽ നമുക്ക് ഓർഡർ ടേബിളിൽ പ്രൈമറി കീ ആക്കാം. ഓർഡർ നെയിം വാക്ക 20 not null പേഴ്സണൽ id int പ്രൈമറി കീ ഓഫ് പേഴ്സൺ ഓർഡർ id എന്നുള്ളത് ഓർഡേഴ്സ് ടേബിളിന്റെ പ്രൈമറി കീ ആണ്. ഫോറിൻ കീ ആക്കിയിരിക്കുന്നത് പേഴ്സണൽ id ആണ്. ഓക്കെ, ഇതാണ് ഫോർമാറ്റ്. റെഫറൻസസ് പേഴ്സൺസ് എന്നുള്ള ടേബിളിലെ പേഴ്സണൽ id. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് ഓർഡേഴ്സ് ടേബിളിൽ
ഓർഡേഴ്സ് എന്നുള്ള ടേബിളിൽ ഓർഡർ ഐ ഡി എന്നത് പ്രൈമറി കീയും പേഴ്സൺസ് ഐ ഡി എന്നത് ഫോറിൻ കീയുമായിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് ഒരു ഫോറിൻ കീ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ഫോറിൻ കീ ഡ്രോപ്പ് ചെയ്യണമെങ്കിൽ ടേബിൾ ഡ്രോപ്പ് ചെയ്യാം. ആദ്യം ഫോറിൻ കീ ഡ്രോപ്പ് ചെയ്യാനുള്ള കമാൻഡ് ഉണ്ട്, അത് പറഞ്ഞുതരാം. അതിന് മുന്നായി നമ്മൾ ഫോറിൻ കീ ആൾട്ടർ ടേബിളിൽ എങ്ങനെയാണ് ആൾട്ടർ ചെയ്യുക എന്നുള്ളത് നോക്കാം. ഇപ്പോൾ നമ്മളൊരു ഫോറിൻ കീ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ പേഴ്സൺസ് എന്നുള്ള ടേബിൾ നമുക്ക് ഡ്രോപ്പ് ചെയ്യാൻ കഴിയില്ല. ഡ്രോപ്പ് ടേബിൾ ട്രൈ ചെയ്യാം. ഡ്രോപ്പ് ടേബിൾ പേഴ്സൺസ് നമുക്ക് ഡ്രോപ്പ് ചെയ്യാൻ കഴിയില്ല. കാരണം പേഴ്സൺസ് എന്നുള്ള ടേബിളിലുള്ള പേഴ്സൺ ഐ ഡി എന്ന പ്രൈമറി കീ വേറൊരു ടേബിളിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഫോറിൻ കീ ആയിട്ട്. അപ്പം ഈ ടേബിൾ ഡ്രോപ്പ് ചെയ്താൽ മാത്രമാണ് നമുക്ക് പേഴ്സൺസ് എന്നുള്ള ടേബിൾ ഡ്രോപ്പ് ചെയ്യാൻ കഴിയുകയുള്ളൂ, ഡിലീറ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഓക്കെ, അതാണ് ഇവിടെ എറർ മെസ്സേജ് വന്നിരിക്കുന്നത്. കനോട്ട് ഡിലീറ്റ് ഓർ അപ്ഡേറ്റ് പാരന്റ് റോ a foreign key constraints fails. But drop table orders എന്നുള്ള ടേബിൾ ഡ്രോപ്പ് ചെയ്താൽ മാത്രമാണ് പേഴ്സൺസ് എന്നുള്ള ടേബിൾ ഡ്രോപ്പ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓക്കെ, ഇനി അതിലേക്ക് നമുക്കൊരു ഫോറിൻ കീ ഓൾട്ടർ കമാൻഡ് വെച്ചിട്ട് അങ്ങനെ ചെയ്യാം എന്ന് നോക്കാം. ഓക്കെ, അതിനായി നമ്മൾ ഫോറിൻ കീ ഇല്ലാതെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. ഓർഡേഴ്സ് എന്നുള്ള ടേബിൾ നമുക്ക് ഫോറിൻ കീ ഇല്ലാതെ ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ക്രിയേറ്റ് ടേബിൾ ഓർഡേഴ്സ്. ഇതിൽ ഫോറിൻ കീയോ ഒന്നും കൊടുത്തിട്ടില്ല. അത് ടേബിൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷമാണ് ആലോചിക്കുന്നത് ഒരു ഫോറിൻ കീ ആഡ് ചെയ്യാമായിരുന്നു എന്ന്. ഇപ്പോൾ നമ്മൾ ആൾട്ടർ ടേബിൾ ഓർഡേഴ്സ് ആഡ് കൺസ്ട്രെയിൻറ്റ്, ഫോറിൻ കീയുടെ പേരാണ് FK_person order. അത് എന്ത് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. കൺസ്ട്രെയിൻ നെയിം സ്പേസ് ഫോറിൻ കീ ബ്രാക്കറ്റിനുള്ളിൽ പേഴ്സൺ ഐ ഡി റെഫറൻസസ് പേഴ്സൺസ് ഓഫ് പേഴ്സൺ ഐ ഡി. ഓക്കെ, പേഴ്സൺസ് എന്നുള്ള ടേബിളിലെ പേഴ്സണൽ ഐ ഡി ഉള്ളത് നമ്മളിവിടെ ഫോറിൻ കീ ആക്കുകയാണ്. അപ്പം അതിന് ആൾട്ടർ കമാൻഡാണ് ഉപയോഗിക്കുക. ക്രിയേറ്റ് ടേബിൾ അത് നമ്മൾ ക്രിയേറ്റ് ചെയ്താണ്. ക്രിയേറ്റ് ടേബിൾ ചെയ്താണ്. അതിലേക്ക് ആൾട്ടർ ടേബിൾ ഓർഡേഴ്സ് എന്നുള്ളതിൽ ആഡ് കൺസ്ട്രെയിൻ എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഓക്കെ, ആൾട്ടർ ടേബിൾ ഓർഡേഴ്സ് ആഡ് കൺസ്ട്രെയിൻ നെയിം ഫോറിൻ കീ ബ്രാക്കറ്റിനുള്ളിൽ പേഴ്സണൽ ഐ ഡി റെഫറൻസസ് പേഴ്സൺസ് എന്നുള്ള ടേബിളിലെ പേഴ്സണൽ ഐ ഡി. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഓൾട്ടർ ചെയ്ത് കൺസ്ട്രെയിൻസ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അത് ഡ്രോപ്പ് ചെയ്യണമെങ്കിൽ ഫോറിൻ കീ ഡ്രോപ്പ് ചെയ്യണമെങ്കിൽ ആൾട്ടർ ടേബിൾ ഓർഡേഴ്സ് ഡ്രോപ്പ് ഫോറിൻ കീ, ആ ഫോറിൻ കീ കൺസ്ട്രെയിൻ നെയിം കൊടുത്തിട്ട് നമുക്ക് ഫോറിൻ കീ മാത്രമായിട്ട് ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ, ആൾട്ടർ ടേബിൾ ഓർഡേഴ്സ് ഡ്രോപ്പ് ഫോറിൻ കീ സ്പേസ്, ആ ഫോറിൻ കീ നേരത്തെ ഒരു കൺസ്ട്രെയിൻസ് പേര് കൊടുത്തല്ലോ, അത് വെച്ചിട്ട് നമുക്ക് ഫോറിൻ കീ ഡ്രോപ്പ് ചെയ്യാവുന്നതാണ്. ആൾറെഡി ഡ്രോപ്പ് ചെയ്തുകൊണ്ട് വീണ്ടും ഡ്രോപ്പ് ചെയ്യാൻ നോക്കില്ല, അത് വൺസ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇങ്ങനെയാണ് ഫോറിൻ കീ ക്രിയേറ്റ് ചെയ്യുന്നതും അത് ആൾട്ടർ കമാൻഡ് ഉപയോഗിച്ച് ആൾട്ടർ ചെയ്യുന്നതും ഡ്രോപ്പ് ചെയ്യുന്നതുമായിട്ടുള്ള കമാൻഡുകൾ. ഓക്കെ, ഇനി ചെക്ക് കൺസ്ട്രെയിൻസ് ഈസ് യൂസ്ഡ് ടു ലിമിറ്റ് ദ വാല്യൂ റേഞ്ച് ദാറ്റ് ക്യാൻ ബി പ്ലേസ്ഡ് ഇൻ ദി കോളം. വാല്യൂ റേഞ്ച് കൊടുത്ത് നമുക്ക് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ക്രിയേറ്റ് ടേബിൾ പേഴ്സൺസ് എന്നുള്ള ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പം അതിൽ നമുക്ക് ഏജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 80 ആയവരെ മാത്രം നമുക്ക് ആഡ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചെക്ക് കൺസ്ട്രെയിന്റ് ഉപയോഗിച്ച്
ചെക്ക് ചെയ്യാവുന്നതാണ്. ചെക്ക് കൺസ്ട്രെയിൻ എൻഷുവേഴ്സ് ദാറ്റ് ദ ഏജ് ഓഫ് പേഴ്സൺസ് മസ്റ്റ് ബി 18 ഓർ ഓൾഡർ. 18 ഓൾഡറോ ആയവരെ മാത്രം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചെക്ക് കൺസ്ട്രെയിൻ യൂസ് ചെയ്യാവുന്നതാണ്. ആദ്യം ഡ്രോപ്പ് ടേബിൾ പേഴ്സൺസ്. ഇപ്പോൾ നമ്മൾ ഫോറിൻ കീ റിമൂവ് ചെയ്തുകൊണ്ട് പേഴ്സൺസ് എന്നുള്ള ടേബിൾ ഡ്രോപ്പ് ചെയ്യാൻ പറ്റും. നമ്മൾ നേരത്തെ ഫോറിൻ കീ ഡ്രോപ്പ് ചെയ്തിരുന്നു ഓർഡേഴ്സ് ടേബിളിൽ നിന്ന്. സോ പേഴ്സൺസ് എന്നുള്ള ടേബിൾ നമുക്ക് ഡ്രോപ്പ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇപ്പോൾ ചെക്ക് കൺസ്ട്രെയിൻസ് നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ക്രിയേറ്റ് ടേബിൾ പേഴ്സൺസിൽ നമ്മളൊരു ഏജിന് ചെക്ക് കൺസ്ട്രെയിൻ ആഡ് ചെയ്തിരിക്കുകയാണ്. ഏജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 80 ഉള്ളതിനെ മാത്രം അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ഇൻസേർട്ട് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി മോർ ദാൻ 2 ഫീൽഡ് നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അതിനായി ചെക്ക് ടേബിൾ പേഴ്സൺസ് ID ഇൻഡ് നോട്ട് നൾ അതെല്ലാം ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന സെയിം ഫോർമാറ്റിൽ കൊടുക്കുക. എന്നിട്ട് കൺസ്ട്രെയിൻ നെയിം സിറ്റി വാക്ക 50 എല്ലാം കഴിഞ്ഞതിന് ശേഷം കോമ കൺസ്ട്രെയിൻഡ് ചെക്ക് അണ്ടർസ്കോർ പേഴ്സൺ, അത് കൺസ്ട്രെയിൻഡ് നെയിമാണ്. എന്നിട്ട് ചെക്ക് ഏജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18 ആൻഡ് സിറ്റി ഈക്വൽ ടു തൃശ്ശൂർ. ഇങ്ങനെ 2 ചെക്ക് കൺസ്ട്രെയിൻ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതും നമുക്ക് ഇത് ഡ്രോപ്പ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ചെക്ക് ചെയ്യാനൊക്കെയുള്ളൂ, ക്രിയേറ്റ് ചെയ്യാനൊക്കെയുള്ളൂ. ഓക്കെ, അപ്പം ഏജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 80 ആൻഡ് സിറ്റി ഈക്വൽ ടു തൃശ്ശൂർ എന്നുള്ള 2 ചെക്ക് കൺസ്ട്രെയിൻ ഉപയോഗിച്ച് നമുക്ക് ചെക്ക് ചെയ്തു. ഇനി ആൾട്ടർ ടേബിൾ പേഴ്സൺസ് ആഡ് ചെക്ക് കൺസ്ട്രെയിൻ. ഇപ്പോൾ നമ്മൾ ചെക്ക് കൺസ്ട്രെയിൻ ആഡ് ചെയ്തില്ല, മറന്നുപോയി, പിന്നീടാണ് ആവശ്യം വന്നെങ്കിൽ ആൾട്ടർ ടേബിൾ പേഴ്സൺസ് ഉപയോഗിച്ച് ആൾട്ടർ ടേബിൾ കമാൻഡ് ഉപയോഗിച്ച് ആൾട്ടർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി ഡിഫോൾട്ട് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താണ്. എന്നിരുന്നാലും ഒരു ഡിഫോൾട്ട് കൺസ്ട്രെയിൻ ഈസ് യൂസ്ഡ് ടു പ്രൊവൈഡ് എ ഡിഫോൾട്ട് വാല്യൂ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമുക്ക് ഡിഫോൾട്ടായിട്ട് തൃശ്ശൂർ എന്ന് വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ടേബിൾ ചെയ്യുന്ന സമയത്ത് തന്നെ ഡിഫോൾട്ട് തൃശ്ശൂർ നമ്മൾ എൻട്രി ചെയ്യാതെ വിടുകയാണ്. സിറ്റി ഫീൽഡ് വിടുകയാണെങ്കിൽ ഡിഫോൾട്ടായി തൃശ്ശൂർ എന്നുള്ള ഫീൽഡ് ആഡായി വരും. ഓക്കെ, അപ്പം അതിനായി നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൽ ഡിഫോൾട്ട് വാല്യൂ തൃശ്ശൂരായിട്ട് നമുക്ക് ക്രിയേറ്റ് ആവുന്നതാണ്. ഓക്കെ, ഇനി ഒരു ചെറിയൊരു എക്സാമ്പിൾ ചെക്ക് ചെയ്ത് നോക്കാം. ഇൻസേർട്ട് ഇൻ ടു വാല്യൂയിലേക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ ഇതിൽ ഏജ് സിറ്റി ആഡ് ചെയ്യുന്നില്ല. അങ്ങനെയാകുമ്പോൾ സെലക്ട് സ്റ്റാർ ഫ്രം പേഴ്സൺസ് എന്ന് കൊടുക്കുമ്പോൾ തൃശ്ശൂർ എന്നുള്ളത് ആഡായി വന്നിട്ടുണ്ടാവും. ഓക്കെ, നമ്മളിവിടെ ആഡ് ചെയ്തിട്ടില്ല, പക്ഷെ ഡിഫോൾട്ട് വാല്യൂ ആയതുകൊണ്ട് അത് ആഡായി വന്നിട്ടുണ്ടാവും. ഡ്രോപ്പ് ഉപയോഗിച്ച് അതിന് ഡിഫോൾട്ട് വാല്യൂ നമുക്ക് റിമൂവ് ചെയ്യാം. ഡിഫോൾട്ട് എന്ന് കൊടുത്ത കൺസ്ട്രെയിനെ നമുക്ക് വേണമെങ്കിൽ റിമൂവ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, ആൾട്ടർ ടേബിൾ പേഴ്സൺസ് ആൾട്ടർ സിറ്റി ഡ്രോപ്പ് ഡിഫോൾട്ട് എന്ന് കൊടുത്ത് നമുക്കത് റിമൂവ് ചെയ്യുകയും ചെയ്യാം. ഇത്രയാണ് കൺസ്ട്രെയിൻസിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ളത്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് കൂടുതൽ SQL കമാൻഡുകളുമായി നിങ്ങൾക്ക് പരിചയപ്പെടാം. ഓക്കെ, ബൈ.